പ്രവർത്തനങ്ങൾ നൊടിയുടെ സമയം കൊണ്ട് നടത്താൻ കഴിവുള്ള ജിഹാദികളെ പോലെ തന്നെ പേടിക്കേണ്ടുന്ന ഒരു വിഭാഗമായിട്ട് അവർ മാറിക്കഴിഞ്ഞിട്ടുണ്ട് പണ്ട് മുതലേ. അതൊന്നും നമ്മൾ മനസ്സിലാക്കുന്നില്ല. രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്നു, അത് ജിഹാദികളെ പോലെയാണ്, അത് ഈ രാജ്യത്തിന് ഭീഷണിയാണെന്ന് കൂടി പറഞ്ഞു വയ്ക്കുകയാണ്. രാജ്യത്തിന് ഭീഷണിയാണെന്ന് കൂടി പറഞ്ഞു വയ്ക്കുകയാണ്. സ്വാമി അറിയേണ്ട ഒരു കാര്യമുണ്ട്. ക്രിസ്ത്യൻ മിഷണറിമാർ ഇവിടെ വന്ന് ഇവിടെയുള്ള ആളുകളെ തുണി ഉടുക്കാൻ പഠിപ്പിച്ചു. ഇവിടെയുള്ള ആളുകൾക്ക് വിദ്യാഭ്യാസം നൽകി. പള്ളിയോട് ചേർന്ന് പള്ളിക്കുടമുണ്ടാക്കി ഉയർന്നവനെന്നും താഴ്ന്നവനെന്നും വ്യത്യാസമില്ലാതെ ഒരുമിച്ചിരുത്തി പഠിപ്പിച്ചു. സ്ത്രീകൾക്കായിട്ടുള്ള ആദ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടാക്കിയതാരാണ്? ക്രിസ്ത്യൻ മിഷണറിമാരാണ്. ജാതി വ്യത്യാസമില്ലാതെ ഒരുമിച്ചിരുത്തി ഭക്ഷണം കഴിക്കാൻ അവസരം കൊടുത്തത് ക്രിസ്ത്യൻ മിഷണറിമാരാണ്. സതി പോലുള്ള ദുരാചാരങ്ങൾക്ക് അതിന് തടയിടാൻ പ്രയത്നിച്ചതാരാണ്? ക്രിസ്ത്യൻ മിഷണറിമാരാണ്. മാറുമറയ്ക്കാൻ അവകാശമില്ലാതിരുന്ന സ്ത്രീകളെ മാറുമറയ്ക്കാനുള്ള അവകാശത്തിന് വേണ്ടി സമരം ചെയ്യാൻ പ്രേരിപ്പിച്ചത് ക്രിസ്ത്യൻ മിഷണറിമാരാണ്. നമ്മുടെ ഭാഷകൾക്ക് പലതിനും ലിപിയില്ലായിരുന്നു. ലിപി ഉണ്ടാക്കിയത്, അച്ചടി യന്ത്രങ്ങൾ ഉണ്ടാക്കിയത്, അച്ചടിച്ചത് ക്രിസ്ത്യൻ മിഷണറിമാരാണ്. ബ്രാഹ്മണരെ കാണുമ്പോൾ പുലയരും പറയരും 96 അടി അകലത്തിൽ അകന്ന് നടക്കണമായിരുന്നു. നായരും കണിയാനും ഈഴവനും 4 അടി മുതൽ 36 അടി വരെ അകന്ന് നടക്കണമായിരുന്നു. ഇത്തരം വ്യത്യാസങ്ങളില്ല, മനുഷ്യരൊന്നാണെന്ന് പറഞ്ഞു വെച്ചത് നവോത്ഥാനത്തിൻ്റെ തുടക്കം ക്രിസ്ത്യൻ മിഷണറിമാരിൽ നിന്നാണ്. ഇത് സ്വാമി അറിഞ്ഞിരിക്കേണ്ടതാണ്. കേരളത്തിലെ പല സ്ഥലങ്ങളിലും അടിമക്കച്ചവടം നിലവിലുണ്ടായിരുന്നു. അത് നിർത്തലാക്കാൻ പ്രയത്നിച്ചത് ക്രിസ്ത്യൻ മിഷണറിമാരാണ്. അപ്പോൾ ക്രിസ്ത്യൻ മിഷണറിമാരെങ്ങനെയാണ് രാജ്യദ്രോഹ പ്രവർത്തനം ചെയ്യുന്നത്? ഇന്നും ഇത്തരം പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ സുവിശേഷം അറിയിക്കും, അത് സത്യമാണ്. യേശുക്രിസ്തുവിനെക്കുറിച്ച് പറയാതിരിക്കാൻ ഞങ്ങൾക്ക് കഴിയത്തില്ല. ഇന്ത്യയുടെ അവസാനത്തെ ഗ്രാമം വരെ യേശുക്രിസ്തുവിനെക്കുറിച്ച് ഞങ്ങൾ പറയും.